ഗോവയിൽ വന്ന രണ്ടാമത്തെ ദിവസം നമ്മൾ വന്നേക്കണ ഏതാന്ന് പറഞ്ഞാൽ ഏതൊരു കോട്ടയിലാണ്. അതൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു എങ്ങോട്ടാണ് വന്നിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് ഇത് ഏതോ ഒരു ഫ്രഞ്ച് കോട്ടയാണ്. പേരെന്താണെന്ന് അറിയാൻ പാടില്ല, എന്നാലും അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ എൻ്റെ അമ്മ അതേപോലെ തന്നെ തൊപ്പി വെച്ചൊന്നും നടപ്പുണ്ട്, എന്താണെന്ന് അറിയില്ല. പിന്നെ ഭയങ്കര വെയിലാണ്, ഗോവയിലാണെന്ന് ഭയങ്കര ചൂട്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല ഗോവ. പിന്നെ ടിക്കറ്റ് കൗണ്ടറിനകത്ത് മറ്റേ ടിക്കറ്റ് ആളൊന്നും ഇല്ല. പിന്നെ ഹിസ്റ്ററി അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് വെറുതെ വീഡിയോ എടുത്തുകൊണ്ട് പോയി. പിന്നെയാണ് വന്നത് നമുക്ക് കാണാൻ കിടക്കുന്ന സാധനം. അടിപൊളി സംഭവങ്ങളാണ്. ഇപ്പോഴും ഉണ്ടായിരുന്ന ഡ്രെയിനേജൊക്കെ ആ കാലത്തും. പിന്നെ താണ്ട് ഇവിടെ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള കുറേ ഫൗണ്ടേഷൻസ് ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ മേഘമൊന്നും ഒരു രക്ഷയില്ല, അടിപൊളിയാണ് പറയാനായിട്ട്. പിന്നെ താണ്ട് സാധാരണ പോലെ തന്നെ അവിടെയുള്ള ഗൈസിനെ എല്ലാവരും നമ്മൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ താണ്ട് ഒരു കണ്ണാടിക്കോടെ പോയപ്പോൾ എനിക്കത് കാണാൻ പറ്റുന്ന ക്ലാരിറ്റി തന്നെ അതിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്തു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരവിടെ നിപ്പായി കിടപ്പായി എല്ലായി. ഞാനവിടെ വെറുതെ അന്തം കുന്തുമില്ലാതെ വെറുതെ നോക്കിക്കായിരുന്നു. പിന്നെ ചേട്ടനും അമ്മയും കൂടി തണലത്ത് പോയി നിപ്പായി. അങ്ങനെ നമ്മൾ കണ്ട് പോകുന്നത് മുകളിലേക്ക് അങ്ങോട്ട് പോകുമായിരുന്നു. കാരണം എന്ന് പറയുന്നത് തന്നെ എൻ്റെ അമ്മയ്ക്ക് ഈ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ തൻ്റെ അവിടെ ദൂരത്ത് കുറേ ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് എൻ്റെ സൂമിങ് ഒക്കെ പരീക്ഷിച്ചതിന് ശേഷം ഞങ്ങൾ മുകളിലേക്ക് പോവാണ്. കാരണം മുകളിൽ ഇങ്ങനെ പോയിട്ടാണ് നമുക്ക് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ മുകളിൽ നോക്കിയപ്പോൾ അടിപൊളി സാധനം. പിന്നെ മേഘം പിന്നെയും പറയാനുള്ള അടിപൊളി. എനിക്ക് ഇത്ര നല്ല മേഘം നമ്മുടെ അടുത്തുണ്ട്. എന്നാലും ഇവിടെ വന്ന് കാണുമ്പോൾ ഇച്ചിരി കൂടി ആശ്വാസം. കാരണം എൻ്റെ 5ാമത്തെ വയസ്സുള്ള ആഗ്രഹമാണ്, നിങ്ങൾക്കറിയാം. എന്നിട്ട് പിന്നെ വേറെ എന്താണെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ നടക്കാറുണ്ട്. കുറേ ദൂരം നടന്നു കഴിയുമ്പോൾ നമുക്ക് കുറേ കാണാൻ പറ്റും. വീണ്ടും കുറേ മേഘങ്ങൾ. എനിക്ക് മേഘം കണ്ടപ്പോൾ കുറേ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തിനാണെന്നറിയാൻ പാടില്ല. എന്നിട്ട് പിന്നെയും കുറേ കാര്യങ്ങൾ. പിന്നെ അവിടെ എന്തോ ഒരു ജയിൽ പോലത്തെ സംഭവം ഉണ്ടായിരുന്നു. പിന്നെയാണ് പക്ഷേ ജയിലില്ല, ഒരു ലിഫ്റ്റ് പോലത്തെ സംഭവം. പിന്നെയാണ് മനസ്സിലായത് അത് വേറെ എന്തോ ഇറങ്ങിപ്പോണ സ്റ്റെയർ കേസ് പോലത്തെ സംഭവമാണ്. പിന്നെ ഇപ്പുറത്തെ സ്ഥലത്ത് കാട്, ഇപ്പുറത്തെ സ്ഥലത്ത് നദി എന്നുള്ളതായിരുന്നു. പിന്നെ താണ്ട് ഈ കാണാനാണ് എക്സിറ്റ്. പിന്നെ താണ്ട് നമ്മൾ വീണ്ടും നടന്നു പോവാണ്. താണ്ട് എക്സിറ്റിൽ കൂടെ ഇങ്ങനെ നടന്നു പോയി കഴിയുമ്പോൾ താണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലല്ല, ഞങ്ങളെങ്കിൽ റിസോർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല. ചാച്ച.